നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. ഖത്തറിന്റെ ആഭ്യന്തര മന്ത്രാലയം ഹെലികോപ്റ്റർ അപകടത്തിൽ സംഭവിച്ച മരണങ്ങൾ സ്ഥിരീകരിച്ചു. ഹെലികോപ്റ്ററിലുണ്ടായിരുന്ന 7 പേരിൽ 6 പേരുടെ മൃതദേഹങ്ങൾ തിരച്ചിൽ പ്രവർത്തനത്തിനിടെ കണ്ടെത്തിയിട്ടുണ്ട്. പ്രസ് റിലീസിൽ 6 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. വിവിധ സുരക്ഷാ സേനകൾ ചേർന്നാണ് തിരച്ചിൽ പ്രവർത്തനം നടത്തിയത്. 7ാമത്തെ വ്യക്തിയെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. ഇയാൾ ഇപ്പോഴും കാണാതായ നിലയിലാണ്. സ്റ്റോപ്പ് അബ്ദുൽ നാസർ മദനിയുടെ PDP നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. കൊച്ചിയിൽ ചേർന്ന നേതൃത്വയോഗത്തിലാണ് ഈ തീരുമാനമെടുത്തത്. മതേതര വോട്ടുകളെ ഏകീകരിക്കുന്നതിനായി LDF-നെ പിന്തുണക്കുന്നതെന്ന് പാർട്ടി നേതാക്കൾ പറഞ്ഞു. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ 2020 ലോകകപ്പ് വിജയത്തിന്റെ ആവേശം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഏതാനും ആഴ്ചകൾക്കകം ആരംഭിക്കാനിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ആരാധകർ തമ്മിലുള്ള പോരാട്ടം തുടങ്ങിയിട്ടുണ്ട്. ഇത്തവണ ലീഗിലെ 2 ടീമുകൾക്ക് പുതിയ ഉടമകൾ വന്നേക്കാമെന്നാണ് റിപ്പോർട്ട്. മുൻപ് മദ്യ കമ്പനിയായ യുണൈറ്റഡ് സ്പിരിറ്റ്സിന്റെ അനുബന്ധ കമ്പനിക്ക് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂർ വിറ്റുതരുമെന്ന് പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇപ്പോൾ ഈ കമ്പനികൾ രാജസ്ഥാൻ റോയൽസിനെ വാങ്ങാൻ മുന്നോട്ട് വന്നതായും വാർത്തകളുണ്ട്. തിരുവനന്തപുരം കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചതനുസരിച്ച് അടുത്ത 3 മണിക്കൂറിനുള്ളിൽ തിരുവനന്തപുരം ജില്ലയിൽ ഇടവിട്ട മഴയും ഇടിമിന്നലോടുകൂടിയ മഴയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റും വീശാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പിൽ പറയുന്നു. ഇന്ന് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. മുൻ പാകിസ്ഥാൻ നയതന്ത്രജ്ഞൻ ഇന്ത്യക്കെതിരെ പ്രകോപനപരവും ഉത്തരവാദിത്വരഹിതവുമായ പരാമർശം നടത്തി. ഇന്ത്യയിലെ മുൻ പാകിസ്ഥാൻ ഹൈക്കമ്മീഷണർ അബ്ദുൽ ബാസിത് പറഞ്ഞു, അമേരിക്ക പാകിസ്ഥാനെ ആക്രമിച്ചാൽ പാകിസ്ഥാൻ ഡൽഹിയിലും മുംബൈയിലും ആക്രമണം നടത്തുമെന്ന്. അമേരിക്കൻ ദേശീയ ഇന്റലിജൻസ് ഡയറക്ടർ തുളസി ഗബാർഡ് പാകിസ്ഥാന്റെ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെക്കുറിച്ച് നടത്തിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് മറുപടിയായാണ് അബ്ദുൽ ബാസിത് ഈ പരാമർശം നടത്തിയത്. ഒരു ടെലിവിഷൻ ചർച്ചയ്ക്കിടെയാണ് സംഭവം നടന്നത്. തിരുവനന്തപുരം CPM-ൽ നിന്ന് രാജിവെച്ച മുൻ ഏരിയ കമ്മിറ്റി അംഗം സ്മിത സുന്ദരേശൻ വർക്കലയിൽ നിന്ന് BJP-യുടെ സ്ഥാനാർത്ഥിയാകും. ഇതോടെ BJP വർക്കല സീറ്റ് BDJS-ൽ നിന്ന് ഏറ്റെടുത്തു. സ്മിത വർക്കല ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും നിലവിൽ ബ്ലോക്ക് അംഗവുമാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്വത്തിൽ നിന്ന് രാജിവെച്ചതിനു ശേഷമാണ് അവർ BJP-യിൽ ചേർന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അവർക്ക് പിന്തുണ നൽകി. മുൻ CPM നേതാവ് സുന്ദരേശന്റെ മകളാണ് സ്മിത. CPM-ൽ വ്യക്തിഗത സ്വാർത്ഥതക്കും വ്യക്തിപരമായ താൽപര്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്നുവെന്ന് സ്മിത മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറാനെതിരെ അമേരിക്ക-ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ ഊർജ്ജ പ്രതിസന്ധി സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതിനായി ഒരു ഉന്നതതല യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി S. ജയശങ്കർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പെട്രോളിയം, ക്രൂഡ് ഓയിൽ, വാതകം, വൈദ്യുതി, വളങ്ങൾ എന്നിവയുടെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ യോഗത്തിൽ ചർച്ച ചെയ്തു. CPM ഏരിയ കമ്മിറ്റി അംഗമായിരുന്ന അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ BJP-യിൽ ചേർന്നു. വർക്കലയിൽ നിന്ന് BJP-യുടെ സ്ഥാനാർത്ഥിയായിരിക്കും അവർ. വർക്കല ബ്ലോക്ക് മുൻ പ്രസിഡന്റും നിലവിലെ ബ്ലോക്ക് അംഗവുമാണ് സ്മിത. ഒറ്റൂർ മണ്ഡലത്തിന്റെ അംഗമായും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗത്വത്തിൽ നിന്ന് രാജിവെച്ച ശേഷമാണ് അവർ BJP-യിൽ ചേർന്നത്. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷാൾ അണിയിച്ചാണ് അവരെ സ്വീകരിച്ചത്. മുൻ CPM നേതാവ് സുന്ദരേശന്റെ മകളാണ് അഡ്വക്കേറ്റ് സ്മിത സുന്ദരേശൻ. വർക്കലയിൽ ഒരു വിദേശ വനിതയെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ആരോപണത്തിൽ ഒരു യുവാവിനെ അറസ്റ്റ് ചെയ്തു. ചിറയിൻകീഴ് സ്വദേശിയായ അനസാണ് അറസ്റ്റിലായത്. ഈ മാസം 15-ാം തീയതിയാണ് ഇയാൾ ഒരു റഷ്യൻ വനിതയുടെ മുൻപിൽ നഗ്നനായി നിൽക്കുകയും അവരെ അപമാനകരമായി സ്പർശിക്കുകയും ചെയ്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ അനസിനെ ചിറയിൻകീഴിൽ തന്നെ ഒരു വീട്ടിൽ കയറി വീട്ടമ്മയെ ആക്രമിക്കാൻ ശ്രമിച്ച മറ്റൊരു കേസിൽ ചിറയിൻകീഴ് പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതിയെ ആറ്റിങ്ങൽ കോടതിയിൽ ഹാജരാക്കി റിമാൻഡിൽ വിട്ടു. വർക്കല പോലീസ് ഉടൻ തന്നെ ഇയാളെ കസ്റ്റഡിയിലെടുക്കും. ഹോർമുസ് കടലിടുക്ക് തുറക്കില്ലെങ്കിൽ ഇറാന്റെ ഊർജ്ജ നിലയങ്ങൾ ആക്രമിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണിപ്പെടുത്തിയതിനെതിരെ ഇറാൻ മറുപടി നൽകി. ഹോർമുസ് കടലിടുക്ക് തങ്ങളുടെ ശത്രുക്കളെ ഒഴികെ എല്ലാവർക്കും തുറന്നിരിക്കുമെന്ന് ഇറാൻ വ്യക്തമാക്കി. ഐക്യരാഷ്ട്രസഭയുടെ സമുദ്ര ഏജൻസിയിലെ ഇറാൻ പ്രതിനിധി പ്രസ്താവനയിൽ പറഞ്ഞു, ഹോർമുസ് കടലിടുക്ക് അവരുടെ ശത്രുക്കൾക്കും അവരുമായി ബന്ധമുള്ളവർക്കും ഒഴികെ എല്ലാവർക്കും തുറന്നിരിക്കുമെന്ന്.
കോഴിക്കോട് നടന്ന ഒരു ദൃശ്യത്തിൽ ശ്രീനിവാസനും സംഘവും ഇരുന്ന് ചീട്ടുകളി കളിക്കുന്നതാണ് കാണുന്നത്. അവരുടെ പിന്നിൽ ചുവന്ന കല്ല് മതിലിൽ വലിയ വെള്ള അക്ഷരങ്ങളിൽ ചർക്കച്ചിഹ്നമുള്ള AK സസീന്ദ്രനെ വോട്ട് ചെയ്യൂ എന്നെഴുതിയിരിക്കുന്നു. ഇത് 1980 പുറത്തിറങ്ങിയ മേള എന്ന സിനിമയിലെ ഒരു രംഗമാണ്. മമ്മൂട്ടിക്ക് മികച്ചൊരു കഥാപാത്രം ലഭിച്ച ആദ്യ സിനിമയായിരുന്നു മേള. അതോടൊപ്പം AK സസീന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് യാത്രയുടെ തുടക്കത്തെ അടയാളപ്പെടുത്തുന്ന ഒരു ചരിത്രരേഖയും കൂടിയാണ് ഇത്. 1980 കണ്ണൂർ ജില്ലയിലെ പെരിങ്ങളം മണ്ഡലത്തിൽ കോൺഗ്രസ് യു സ്ഥാനാർത്ഥിയായി അദ്ദേഹം മത്സരിച്ചിരുന്ന കാലഘട്ടത്തിലെ എഴുത്താണ് ചിത്രത്തിൽ കാണുന്നത്. പെരിങ്ങളം മണ്ഡലം 2002-2008 നിലവിലില്ലാതായി. ചർക്കച്ചിഹ്നവും പിന്നീട് ഇല്ലാതായി. കൃത്രിമ ബുദ്ധിമ പി അഥവാ AI ഈ കാലഘട്ടത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാങ്കേതിക വിദ്യകളിൽ ഒന്നാണ്. ആരോഗ്യ സംരക്ഷണം, ബാങ്കിംഗ്, വ്യവസായം, ഗതാഗതം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ മേഖലകളിൽ AIയുടെ ഉപയോഗം വേഗത്തിൽ വർദ്ധിച്ചുവരുന്നു. അതിനാൽ തന്നെ വിവിധ അക്കാദമിക് മേഖലകളിൽ ഉയർന്ന തലത്തിലുള്ള AI കോഴ്സുകൾ ലഭ്യമാണ്. ഈ പശ്ചാത്തലത്തിൽ വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ബ്രിട്ടനിൽ AI പഠനത്തിന്റെ ജനപ്രീതി വിദ്യാർത്ഥികൾക്കിടയിൽ തുടർച്ചയായി ഉയരുകയാണ്. ഉയർന്ന നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സംവിധാനം, മികച്ച ഗവേഷണ സൗകര്യങ്ങൾ, അന്താരാഷ്ട്ര തൊഴിൽ അവസരങ്ങൾ എന്നിവ ബ്രിട്ടനെ വിദ്യാർത്ഥികൾക്കുള്ള പ്രധാന കേന്ദ്രമാക്കുന്നു. ഹോർമുസ് കടലിടുക്കിലെ അനിശ്ചിതത്വം തുടരുന്നതിനിടെ അമേരിക്കയിൽ നിന്ന് LPG കയറ്റിയ ടാങ്കറുകൾ ഇന്ത്യയിലെത്തി തുടങ്ങിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് ഒരു ക്രൂഡ് ഓയിൽ ടാങ്കറും മംഗളൂരു തുറമുഖത്തെത്തി. അതിനിടെ മധ്യപൂർവ്വദേശത്ത് നടക്കുന്ന സംഘർഷത്തിന് പരിഹാരം കാണുന്നതിനായി എല്ലാ രാജ്യങ്ങളെയും ഉൾപ്പെടുത്തി ഒരു സുരക്ഷാ ചട്ടക്കൂട് രൂപപ്പെടുത്താനുള്ള നിർദ്ദേശം ഇറാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മുന്നോട്ടുവച്ചു. മധ്യപൂർവ്വദേശത്ത് തുടരുന്ന സംഘർഷഭരിതമായ യുദ്ധത്തിനിടെ ഇറാൻ ഇസ്രായേലിനെതിരെ മറ്റൊരാക്രമണം കൂടി നടത്തി. ക്ലസ്റ്റർ ബോംബുകളോടെ സജ്ജീകരിച്ച മിസൈലുകൾ ഉപയോഗിച്ചാണ് ഇറാൻ ഇസ്രായേലിലെ നിരവധി പ്രദേശങ്ങളെ ലക്ഷ്യമിട്ടത്. തെൽ അവീവിൽ മാത്രം നടന്ന ആക്രമണത്തിൽ 17 പേർക്ക് പരിക്കേറ്റു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഇസ്രായേലിൽ നടന്ന സംഘർഷങ്ങളിൽ 250-ലധികം പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേൽ സ്ഥിരീകരിച്ചു. ഡിമോണയും അറാദുമാണ് പ്രധാന ആക്രമണ കേന്ദ്രങ്ങൾ. ഇവിടങ്ങളിലാണ് ഇസ്രായേലിന്റെ പ്രധാന ആണവ സൗകര്യങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. വാടിബനി ഖാലിദിലുണ്ടായ അപകടത്തിൽ ഒരു പ്രവാസി മലയാളി മരിച്ചു. വടക്കേക്കര ജനാർദ്ദന പിള്ളയുടെയും വിജയലക്ഷ്മി അമ്മയുടെയും മകനായ മഹേഷ് കുമാറാണ് കൊല്ലം പെരുന്നാട് കണ്ടച്ചിറ കീർത്തൻ ഭവനത്തിൽ മരിച്ചത്. ഏതാനും ദിവസം മുമ്പ് വാടിബനി ഖാലിദ് വെള്ളച്ചാട്ടം കാണാൻ പോയതായിരുന്നു. മൃതദേഹം ഇബ്ര ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മായയാണ് മഹേഷ് കുമാറിന്റെ ഭാര്യ. മാർച്ച് 25 ആരംഭിക്കുന്ന ത്രികോണ പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ അണ്ടർ 23 ടീമിൽ 3 മലയാളി കളിക്കാരെ ഉൾപ്പെടുത്തി. മുഹമ്മദ് അജൽ, എബിൻദാസ് യേശുദാസ്, മുഹമ്മദ് സനൻ എന്നിവരാണ് ടീമിലെ 3 മലയാളികൾ. അജലിനും എബിൻദാസിനും ആദ്യമായാണ് ഇന്ത്യൻ അണ്ടർ 23 ടീമിലേക്കുള്ള വിളി ലഭിക്കുന്നത്. സൗഹൃദ ത്രിപക്ഷ പരമ്പര മാർച്ച് 25 അരുണാചൽ പ്രദേശിലെ ഉബിയയിൽ ആരംഭിക്കും. ഇന്ത്യ മാർച്ച് 28 ഭൂട്ടാനെയും മാർച്ച് 31 താജിക്കിസ്ഥാനെയും നേരിടും. നൌഷാദ് മൂസയുടെ 24 അംഗ ടീമാണ് ഈ പരമ്പരയിൽ പങ്കെടുക്കുന്നത്. മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി തങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന ആരോപണം ഉന്നയിച്ച അജ്ഞാത വ്യക്തിക്കെതിരെ പോലീസ് പരാതി രജിസ്റ്റർ ചെയ്തു. ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു വ്യാജ ഫേസ്ബുക്ക് ഐഡിയിലൂടെ ഉന്നയിച്ച വ്യാജ ആരോപണങ്ങൾക്കെതിരെയാണ് പരാതി നൽകിയതെന്ന് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി ഫേസ്ബുക്കിലൂടെ അറിയിച്ചു. വാട്സാപ്പ് ഉപയോക്താക്കളുടെ സ്വകാര്യത സംരക്ഷിക്കുന്നതിനായി സന്ദേശങ്ങൾ വായിച്ചതിനുശേഷം സ്വയം ഇല്ലാതാകുന്ന ഒരു പുതിയ ഫീച്ചർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഫ്റ്റർ റീഡിംഗ് എന്ന പേരിലുള്ള ഈ ഫീച്ചർ അതീവ പ്രധാനപ്പെട്ട സുരക്ഷാ സന്ദേശങ്ങൾ വാട്സാപ്പ് വഴി ആത്മവിശ്വാസത്തോടെ കൈമാറാൻ സഹായിക്കുമെന്ന് സാങ്കേതിക വിദഗ്ധർ പറയുന്നു. സലാല ട്രാവലേഴ്സ് ക്ലബ് ഈദ് അവധിക്കാലത്ത് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. സുൽത്താൻ ഖാബൂസ് ആശുപത്രി ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ നടത്തിയ ക്യാമ്പിൽ 130 പേർ രജിസ്റ്റർ ചെയ്തു. ഇതിൽ 71 പേർ രക്തദാനം നടത്തിയതായി അധികൃതർ അറിയിച്ചു. അഡ്മിനിസ്ട്രേറ്റർ സിറാജ് ജീദാൻ, ഫാറൂഖ് സലാല, ഉസ്മാൻ സൈവാൻ, ഷിഹാബ് അൽ ആദി, അനസ് പോപ്സ് എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. വിവിധ സംഘടനകളുടെ പ്രതിനിധികളും ക്യാമ്പിൽ പങ്കെടുത്തു.